നിങ്ങൾ ഫുട്ബോൾ ഭ്രാന്തെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണും. ലോകകപ്പല്ലേ? ലോകകപ്പിന്റെ സമയത്താണ് ഫുട്ബോൾ ഭ്രാന്ത് എന്ന് പറയുന്നത്. നിങ്ങൾ മലപ്പുറത്തെ ചെക്കന്മാരെ കണ്ടിക്ക. ഫുട്ബോൾ ഭ്രാന്ത് എന്തെന്നറിയണമെങ്കിൽ അവിടെ ചെല്ലണം. അങ്ങ് മലപ്പുറത്ത് ചെന്നാലോ കെട്ടുകാഴ്ചകളെ നാം കാണും. മാനം മുട്ടെ നിൽക്കുന്ന വിവിധ ടീമുകളുടെ ജേഴ്സികളിലുള്ള ഫുട്ബോളേഴ്സിന്റെ കട്ടൗട്ടുകൾ, ഫ്ലക്സുകൾ. എത്രയോ അടികളാണ് അതെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് നാം അറിയുന്നത്. ഇത്രയും വലിപ്പത്തിൽ കട്ടൗട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? കൂടാതെ ഫ്ലക്സുകൾ എങ്ങും മുക്കിലും മൂലയിലും ഫ്ലക്സുകൾ നിറയുകയാണ്. ഓരോ രാജ്യത്തിന്റെയും പതാകകൾ എല്ലാ തെരുവുകളിലും എല്ലാ വീടിന്റെ മുൻപിലും കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. ഏതാണ്ട് എല്ലാവരും ആ ജേഴ്സികളിട്ടാണ് നടക്കുന്നത്. അതായത് അവരുടെ ഫാൻസിന്റെ, ബ്രസീലാണെങ്കിൽ ബ്രസീലുകാരുടെ ഡ്രസ്സായിരിക്കും, അർജന്റീന അർജന്റീന ഡ്രസ്സായിരിക്കും, പോർച്ചുഗലാണെങ്കിൽ പോർച്ചുഗൽ ഡ്രസ്സായിരിക്കും. ആ ഡ്രസ്സിലാണ് അവർ നടക്കുന്നത്. എപ്പോഴും വീട്ടിലും പുറത്തും മെസ്സിയും നെയ്മറുമൊക്കെയാണ്. ചർച്ചകളും വാക്യത്തരവും വഴക്കും എന്തിനേറെ കത്തിക്കൊത്തുപോലും ഈ ഫാൻസുകൾ തമ്മിൽ അവിടെ നടത്താറുണ്ട്. കട്ടൗട്ടുകളുടെ ഉയരങ്ങൾ മത്സരിക്കുന്നത് പോലെ നാവുകൊണ്ടും കയ്യാങ്കളി കൊണ്ടും അവർ മത്സരിക്കും. 1.5 മാസം അവിടെങ്ങും ഉത്സവങ്ങളാണ്, ഫുട്ബോൾ മാമാങ്കങ്ങൾ. അതെ, മലപ്പുറം ജില്ലയിലായിരുന്നു മാമാങ്കം നടന്നത്. അപ്പോൾ അവിടെ ഫുട്ബോൾ മാമാങ്കമാണ്. ആബാലവൃദ്ധം ജനങ്ങളും പണിയുമില്ല, പഠിത്തവുമില്ല, ഈ കാലത്ത് ഊണുമില്ല, ഉറക്കവുമില്ല. ഈ ഫുട്ബോളിന്റെ കാലത്ത് അല്ലെങ്കിൽ ഫുട്ബോളിന്റെ സമയത്ത് ഇത്രയധികം കളിഭ്രാന്തുള്ള ജനങ്ങൾ വേറെ ഒരിടത്തും കാണില്ല. എവരെയും ലോകകപ്പിന്റെ ചരിത്രങ്ങളിലൂടെ അല്ല, നൂറ്റാണ്ടുകളിലൂടെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന പന്തിനൊപ്പം, പന്ത് ഉരുളുന്നതിനൊപ്പം യാത്ര ചെയ്യാൻ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്ത് താമസിച്ചെന്ന് നിങ്ങൾ ഒരുപക്ഷെ കരുതുമായിരിക്കും. ദിവസങ്ങളായില്ലേ ലോകകപ്പ് തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസത്തെ മലപ്പുറം ജില്ലയിലെ ഒത്തിരി പേര് നയിക്കുന്ന ഒരു ലോകകപ്പിന്റെ വിളംബര ജാഥ ഞാൻ മീഡിയയിലൂടെ കണ്ടു. എന്തൊരു ആരവമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. അവർ ജൈവിളികളായിരുന്നു ഓരോ ടീമിനു വേണ്ടിയും. അവർ പലവിധ ജേഴ്സികളാണ്, പലവിധ പതാകകളാണ്. അവിടെ കാറുകളും ജീപ്പുകളും ആ നിറങ്ങളാൽ നിറച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ 20 വർഷങ്ങൾക്ക് മുമ്പിലെ ഒരു സംഭവത്തിലേക്ക് പോകുന്നത്. മലപ്പുറത്തെ കാൽപന്ത് വിശേഷങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഏവർക്കും വീണ്ടും നമസ്കാരം പറയുകയാണ്. ഞാൻ 2005 കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും നിലം തൊടാതെ ആണ് മലപ്പുറത്തെ ആലത്തൂരെത്തിയത്. ആലത്തൂര് എന്ന് പറയുന്നത് പാലക്കാടാണ്. ഇത് ആലത്തിയൂർ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. മറ്റെല്ലാം അവർ നമ്മേക്കാൾ ഒത്തിരി പിന്നിലാണ്. അന്നൊക്കെ കറണ്ടുള്ളവരും ഇല്ലാത്തവരും ഏതാണ്ട് ഒരേപോലെയാണ്. അതായത് കറണ്ടുള്ളവർ ഒരു 70% 30% പേർക്കും കറണ്ട് ഇല്ലാത്തവരാണ്. അതുപോലെ ഗ്യാസ് ഉപയോഗിക്കുന്നവരും വളരെ ചുരുക്കം. മിക്കവരും അടുപ്പിലാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് പേടിയാണ്. മറ്റ് പലതിനും അവർ പിന്നിലാണ്. എന്നാൽ ഫുട്ബോളിനോ ഒത്തിരി മുന്നിലും, ഒത്തിരി വർഷങ്ങൾ നമ്മളെക്കാൾ മുന്നിലാണ് അവർ സഞ്ചരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം നേതാവ്, അതായത് മുസ്ലിം മത നേതാവ്, യൂട്യൂബിലൂടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതോടൊപ്പം ഫേസ്ബുക്കിലേക്ക് വൈറലായി അതങ്ങ് പോകുന്നുമുണ്ട്. ഫുട്ബോളിനും മതം വേണമെന്ന്, മുസ്ലിങ്ങളായ കളിക്കാർക്ക് മതി ഫാൻസ് എന്ന രീതിയിൽ പ്രസംഗിച്ച് മറ്റുള്ളവരെയെല്ലാം കാഫിറാണെന്ന വ്യാജേന പറഞ്ഞു. അത് നേരിട്ടല്ല, ഇങ്ങനെ പിന്നിൽ കൂടിയാണ് വളച്ചൊടിച്ചാണ് പറഞ്ഞത്. അതൊന്നും ഒരു മലപ്പുറംകാരും ചെവിക്കൊള്ളില്ലെന്ന് എനിക്കറിയാം.
സെവൻസിന്റെ രാജാക്കന്മാർ വാഴുന്ന ദേശത്ത് അതൊന്നും ഏശില്ല മോനെ. അവരെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ ഫുട്ബോളാണ് അവരുടെ ദൈവം, കളിക്കാരാണ് അവരുടെ മലാക്കുകളും. ഇതുപോലെ പറയുന്നവരെ അവർ കാണുക ഇബ്ലീസുകളെ പോലെയാണ്. മുസ്ലിങ്ങളായ യൂത്തുകളും മറ്റും മതപരമായതെല്ലാം ഉസ്താക്കന്മാരും മതനേതാക്കളും പറയുന്നത് ഒരുപക്ഷെ കേൾക്കുമായിരിക്കാം. പക്ഷേ ഫുട്ബോളിന്റെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഒരേ മതക്കാരാണ്. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അവർ ഒന്നാണ്. എല്ലാ വീടുകളിലെ ചുവരുകളിൽ ഫുട്ബോൾ ദൈവങ്ങളുടെ ചിത്രങ്ങളാണ് അവർ തൂക്കിയിരിക്കുന്നത്. അവർ വണങ്ങുന്നതും അവരെയാണ്. ഇതെല്ലാം തൊട്ടറിയണമെങ്കിൽ ആ നാട്ടിൽ പോയി അവിടുത്തെ ശ്വാസം അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റൂ. അല്ലാതെ അവിടെ കൂടി നടന്നു പോകുന്നവരോ അല്ലെങ്കിൽ അവിടെ ഒരിക്കൽ മാത്രം പോയിട്ട് വരുന്നവരോ അതില്ലെങ്കിൽ മീഡിയകളുടെ അറിയുന്നവരെ ആകരുത്. ഞാനുണ്ടായിരുന്നു 3.5 വർഷം, അതുപോലെ തന്നെ പിന്നെയും ഉണ്ടായി താനൂരും 3.5 വർഷം. മലപ്പുറത്തിന്റെ ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞവനാണ് ഞാൻ. അവരുടെ വീറും വാശിയും ഞാൻ അറിഞ്ഞു. അത് മാത്രമല്ല, അവർ തങ്ങളുടെ ജീവൻ പോലും ഫുട്ബോളിനായി നൽകുന്ന ഒരു രാത്രി വർഷങ്ങൾ 20 മുമ്പ് ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന ആ സംഭവം, ആ കൊടുങ്കാറ്റും പെരുമഴയും കൊണ്ട് ആലത്തിയൂരിനെ കശക്കിയെറിഞ്ഞ ആ രാത്രി, അന്ന് ജൂൺ 9, 2006. ഈ വർഷം ലോകകപ്പ് തുടങ്ങുന്നതും ജൂൺ 9, 2026. സംഭവം തുടങ്ങുകയാണ് 2006 ജൂൺ 9 അർദ്ധരാത്രി. അത്രയും ദിവസവും പെയ്യാതിരുന്ന കാലവർഷമഴ വളരെയധികം ശക്തിപൂർവം വന്നലയ്ക്കുകയാണ്. ഇടിമിന്നലുകളും തുള്ളിക്കൊരുകുടം എന്ന പോലെ കോരിച്ചൊരിയുന്ന പേമാരി മരങ്ങളെപ്പോലും, അതായത് അത്ര വലിയ മരങ്ങളെപ്പോലും കടപൊഴുക്കി വീഴ്ത്തുന്ന കാറ്റ്. ഇതിനോടൊപ്പം മറ്റൊന്നുകൂടി സംഭവിക്കുകയായിരുന്നു. ജർമ്മനിയിൽ ലോകകപ്പ് ഫുട്ബോൾ ആരംഭിച്ച ദിവസമായിരുന്നു അന്ന്. ഉദ്ഘാടന മത്സരത്തിന്റെ ചടങ്ങുകൾ ടിവിയിൽ തകർക്കുകയാണ്. ആദ്യ മത്സരം ജർമ്മനിയും കോസ്റ്ററിക്കയും തമ്മിലാണ്. മലപ്പുറത്ത് പലരും വീടുകളിലിരുന്ന് TV കാണാറില്ല, കളി കാണാറില്ല. ഒന്നുകിൽ അവർ വലിയ TV വാടകയ്ക്കെടുത്തിട്ട് ക്ലബുകളിലോ കവലകളിലോ വയ്ക്കും. എന്നിട്ട് ഒത്തിരി പേര് കൂടിയിരുന്നാണ് കാണാറുള്ളത്. ചിലർ അവരുടെ ക്ലബ്ബുകാരെ തന്നെ വലിയ TV വാങ്ങിച്ചിട്ടുണ്ടാവും ലോകകപ്പിന് വേണ്ടി. ഒത്തിരി പേര് അതിനുവേണ്ടി ക്യാഷ് എത്ര വേണമെങ്കിലും മുടക്കാൻ അവർ തയ്യാറാണ്. അത് കുഞ്ഞുകുട്ടിയായാലും പ്രായമായവരായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പലരും തന്നെ ക്ലബിന് ബേസ് ചെയ്തുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഒരു വലിയ വീടാണെങ്കിൽ ആ വീട്ടില് ഒത്തിരി പേര് കൂടും, അവരുടെ ബന്ധുക്കൾ കൂടും, സുഹൃത്തുക്കൾ കൂടും, എല്ലാവരും കൂടിയാണ് കാണുന്നത്. കാര്യം അപ്പോഴാണ് കളിയുടെ ഹരമുണ്ടാകുന്നത്. ഒറ്റയ്ക്കിരുന്ന് ഹാ ഹാ ഹീ ഹോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് എഫക്റ്റ് ചെയ്യില്ല. ഓരോ ഗോളിനും ആരവങ്ങൾ ഉയരും. എത്ര ശബ്ദത്തിലുണ്ടാകുന്നത്. ആ റോഡേ കൂടി പോകുമ്പോൾ കേൾക്കാം ഒത്തിരി ശബ്ദങ്ങൾ. അതുപോലെ തപ്പുകൊട്ടും പടക്കങ്ങളും കാണും. ഓരോ ഗോളിനും കാണും. ശത്രു അല്ലെങ്കിൽ ഇവിടെ ഫാൻസിന് ഓപ്പോസിറ്റ് ഉള്ളവരെ അടിച്ചു കഴിഞ്ഞാലും അവിടെ പടക്കം പൊട്ടും. കാരണം മറ്റേ ഫാൻസുകാരന്റെ ഗോളാണ്. ഇവരുടെ ഫാൻസുകാരന്റെ ആണെങ്കിൽ ഇവരും പൊട്ടിക്കും. സമനിലയാണെങ്കിൽ അപ്പോഴും പൊട്ടിക്കും. അവിടെ തല്ലും ഇടിയും വഴക്കൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. ഈ വഴക്കുകളൊക്കെ ഉണ്ടാവുന്ന അതല്ല, അതിന് ശേഷമായിരിക്കും പല തട്ടുകടകളിലും അല്ല പല ചായക്കടകളിലും ചർച്ചകൾ ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രശ്നമുണ്ടാകുന്നത്. കൂട്ടായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആ കാലത്ത് എപ്പോഴും വഴക്കുണ്ടാവും, എപ്പോഴും തല്ലുണ്ടാവും. കാരണം എന്താണ്? ഒന്നുകിൽ അർജന്റീനക്കാരും അല്ലെങ്കിൽ
ബ്രസീലുകാരും പോർച്ചുഗലുകാരും ഇംഗ്ലണ്ടുകാരും അങ്ങനെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ കളി കാണാൻ വരുന്ന എല്ലാവർക്കും കുശാലാണ്. ചായയുണ്ട്, അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ട്. കൊച്ചു കുട്ടികളടക്കം അവിടെ കാണാൻ വരുന്നതോ ജേഴ്സികളിട്ടാണ് വരുന്നത്. ഫുട്ബോൾ വിശേഷങ്ങൾ അങ്ങനെ അങ്ങനെ പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ. എന്നെ ഞെട്ടിച്ച, അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവത്തെയാണ് ഞാൻ നിങ്ങൾക്കായി നൽകുന്നത്. ആലത്തിയൂർ ഇലക്ട്രിസിറ്റി സെക്ഷൻ ആയിരുന്നു എനിക്ക് ട്രാൻസ്ഫർ ആയി ചെന്നത്. കുറച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് വരുന്നത് ഈ ജൂൺ. ഫെബ്രുവരി മാസം ചെന്നു. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ലോകകപ്പായി. ആ സെക്ഷന് ഏതാണ്ട് 40 കിലോമീറ്ററിലധികം ചുറ്റളവുണ്ട്. ഒത്തിരി സ്ഥലങ്ങളും പഞ്ചായത്തുകളും അതിൽ ഉൾപ്പെടുകയാണ്. ചമ്രവട്ടം മുതൽ പൊന്നാനി പുഴ, അതായത് ഭാരതപ്പുഴയുടെ അടുത്താണ് ഈ ചമ്രവട്ടം. അവിടെ മുതൽ പടിഞ്ഞാറേക്ക് അങ്ങ് പോകും. പൊന്നാനിപ്പുഴയുടെ അരികിൽ കൂടി അല്ലെങ്കിൽ ഓരം പിടിച്ച് പുറത്തൂർ, കൂട്ടായി, അങ്ങനെ അറബിക്കടൽ വരെ. അവിടെ നിന്ന് വടക്കോട്ട് തിരൂർ, BP അങ്ങാടി, തിരൂരിന് അടുത്ത് വരെ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അടുത്ത് വരെ ചെല്ലുന്നു. അവിടെ നിന്ന് കിഴക്കോട്ടോ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. കാരന്തൂർ, അങ്ങനെ പോകുന്നു. തിരുനാവായ വരെ അങ്ങ് കിടക്കും, പറപ്പൂരും എല്ലാം. അത്രയധികം വലിയ ഇതായിരുന്നു അന്നൊക്കെ സെന്ററുകൾ. ഇന്നത്തെ പോലെയല്ല, സെന്ററിൽ ഓരോ ലൈൻമാൻമാർക്കും സെന്ററുകളാണ്. അന്ന് ഞാൻ എക്സിക്യൂട്ടീവ് വിങ് ആയിരുന്നു. ഒരു ലൈൻമാന് 8-9 കിലോമീറ്റർ ചുറ്റളവാണുള്ളത്. 7ഓളം കിലോമീറ്റർ ദൂരത്തിലാണ് എനിക്കും ഉണ്ടായിരുന്നത്. ഓഫീസ് മുതൽ, അതായത് ആലത്തിയൂർ ഓഫീസ്, ആലത്തിയൂർ എല്ലാത്തിനും അങ്ങാടി എന്നാ പറയാ. അവിടെ ഓരോ ജംഗ്ഷനിൽ പറയുന്നത് അങ്ങാടി എന്ന്. അപ്പൊ ആലത്തിയൂർ അങ്ങാടി മുതൽ അങ്ങ് തെക്കോട്ട് കിടക്കുകയാണ്, തെക്ക് പടിഞ്ഞാറേക്ക് വാളമരുതൂർ വരെ, കാവിലക്കാടിനും പുറത്തൂരിനും അടുത്ത് വരെ. ഞാനിത് പറഞ്ഞത് ആ സ്ഥലത്തെ പറ്റി ഒരു ബോധമുണ്ടാകാനാണ്, അറിവുണ്ടാകാനാണ്. ജൂൺ 9 രാത്രിയിലെ ഡ്യൂട്ടി എനിക്കായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി 5 ദിവസം കൂടുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി വരും. 3 പേരാണ് ഡ്യൂട്ടിക്ക് ഉണ്ടാവുന്നത്. ഒരു ലൈൻമാൻ തൊട്ടടുത്ത സ്ഥലത്ത് ഫീസ് പോയി എന്ന് പറഞ്ഞ് ഒരാൾ വന്നിരുന്നു. അയാളുടെ വണ്ടിക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞാനും ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ശിവരാമൻ ചേട്ടനാണ് പിന്നെ ഓഫീസിലുള്ളത്. അദ്ദേഹം ഒരു സിഗരറ്റ് വലിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. കോരിച്ചൊരിയുന്ന മഴയത്ത് പലയിടങ്ങളിലും കമ്പി കൂട്ടിമുട്ടിയും മറ്റും കറണ്ട് പോകുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, പലയിടത്തും തന്നെ ഇലക്ട്രീഷ്യന്മാരാണ് ഫീസ് കിട്ടുന്നത്. രാത്രി നമ്മളെ ഈ 30 കിലോമീറ്റർ 40 കിലോമീറ്ററിന് അടുത്തൊന്നും നമ്മൾ വിടില്ല. അതിന് പകരം അവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്യും. ചില ലൈൻമാരടുത്ത് താമസിക്കുന്ന അവരാണെങ്കിലും അറേഞ്ച് ചെയ്യും. അത് പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ്, ക്യാഷ് കിട്ടുമ്പോൾ അവരെല്ലാം ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ ഓരോ സ്ഥലത്തെയും വിളികൾ വരുന്നുണ്ട്. കൈമലശ്ശേരി എന്റെ സെന്ററാണ്. ആലിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പടിഞ്ഞാറോട്ട് പോകുന്ന റോഡാണ്. ആ റോഡിലെ സ്ഥലമാണ് കൈമലശ്ശേരി. ഒത്തിരി ജനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് ഫോൺ തുരുതിര വരികയാണ്, കറണ്ട് ഇല്ല. ഏതാണ്ട് രാത്രി 11-11:30 ആയി കാണണം. തോച്ചായ ഫോണില് ഞാൻ പറയുന്നുണ്ട്, അതൊരു പക്ഷേ ഡി ഓഫീസ് പോയതായിരിക്കാം, ഞാൻ ഇവിടെ ലൈൻമാൻ പുറത്തേക്ക് പോയിരിക്കണം, വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വരാം എന്ന് പറഞ്ഞവരെയൊക്കെ ആശ്വസിപ്പിച്ചു. അത് സൗമ്യരാണ്. എങ്കിൽ തന്നെയും ആ ഫുട്ബോളിന്റെ വല്ലാത്ത ഫീലിൽ നിൽക്കുകയായിരുന്നു, തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ നാവും ഹൃദയവും ഒക്കെ. കോൾ വന്നു. ഹലോ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ സ്വരം കേട്ടപ്പോൾ അപ്പുറത്ത് നിന്ന് ചോദിക്കുകയാണ്, മാനുവൽ സാറല്ലേ? ഓ, രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു, ഇജ് ആരാ? ഇത് ഞാൻ അലിയാണ് സാറേ, ഇലക്ട്രീഷ്യൻ അലി. സാറായത് നന്നായി, അൽഹംദുലില്ലാ, അല്ലാഹു കാത്തിരിക്കണം. സാറേ, ഞങ്ങൾ എല്ലാരും കൂടി ക്ലബിലുണ്ട്, ഒത്തിരി പേരുണ്ട് ഇവിടെ TV കാണാൻ. ഇന്ന് ഉദ്ഘാടനമല്ലേ ലോകകപ്പിന്റെ, ആദ്യ മത്സരമാണ്. വെസ്റ്റ് ജർമ്മനി ഫാൻസുകാരില്ല കുറെ അവിടെ, ആഘോഷ തിമിർപ്പിലാണ് അവര്. പക്ഷെ അവിടെ കറണ്ട് പോയി.
ഞങ്ങൾ എ ബി ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എ ബി ഓഫ് ചെയ്ത് വെച്ചോ? അതെ, അവിടെ 11 kV എ ബി ഒക്കെ ഓഫ് ചെയ്യുന്ന ഇവരാണ്. ഇവർക്ക് തോന്നുന്ന പോലെയാണ് അവർ എ ബി ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഭയങ്കര വലിയ എക്സ്പെർട്സ് ആണ്. അവർക്ക് ഗ്ലൗസ് ഒന്നും വേണ്ട, ഒരു ചെരുപ്പോ റബ്ബർ ചെരുപ്പ് മതി ഗ്ലൗസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ. അവർക്ക് ഭയമേ ഇല്ലെന്ന് തന്നെ പറയാം. എന്നോട് പറഞ്ഞ ഇതാണ്, ഞങ്ങൾ കൈമലിശ്ശേരിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എ ബി ഓഫ് ചെയ്തിരിക്കാൻ. അവിടെ കൂടുതലും എ ബിസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, അന്ന് പൊന്നാനി സബ്സ്റ്റേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് കറണ്ട് വരുന്നത്. ചമ്രവട്ടത്തെ എ ബി അവർ ഓപ്പറേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് പെർമിറ്റ് എടുത്തവർ തരില്ല. പെർമിറ്റ് ഞങ്ങൾക്ക് തരില്ല, കാരണം ഒത്തിരി എ ബി വെച്ചിട്ടുണ്ട്. എല്ലാ എ ബി ഓക്കെ ആണ്. അപ്പൊ അവരവിടെ നിന്ന് എ ബി ഓപ്പറേറ്റ് ചെയ്തരും. പിന്നെ ഞങ്ങൾ ഓരോ ലിങ്ക് ഓഫ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. സേഫ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കാക്ക നടക്കി നിന്നാൽ തീർന്നു. സാറേ, ഇവിടെ ജനം ഭയങ്കരമായിട്ട് ആക്രോശമാണ്. അനാവശ്യം പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡുകാരെ. സത്യത്തിൽ അവർക്കും അറിയാം ഇലക്ട്രിസിറ്റി ബോർഡുകാർക്ക് ഒന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥയാണ്. കാരണം മറ്റൊന്നുമല്ല, ഉദ്ഘാടന മത്സരമല്ലേ, ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങൾ അറിയണ്ടേ, വെസ്റ്റേമിനെയും കൊസ്റ്ററിക്കയുടെയും കളി കാണണ്ടേ. അവിടെ ഒരു സംഭവം ഉണ്ടായി. ആ കാറ്റത്ത്, ആ പെരുമഴയത്ത്. സാർ ഇങ്ങോട്ടൊന്ന് വരാമോ? ഞങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടിയും കൊണ്ട് വരാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ബൈക്കിൽ വന്നേക്കാം. സാറേ, കളിയുടെ കഴിഞ്ഞ് 3/4 മണിക്കൂറേ ഉള്ളു, വേഗം ഇങ്ങ് വരണം. വേറെ ആരുടെ കാര്യം പറയണ്ട, ഞങ്ങൾ എ ബി ഓപ്പറേറ്റ് ചെയ്ത കാര്യം പറയണ്ട. ഞങ്ങള് ടി വി കാണുന്ന ക്ലബിന്റെ മുമ്പിലുണ്ടാവും. സാറിനറിയാലോ, കൈമലശ്ശേരിയിലെ ട്രാൻസ്ഫറിന്റെ അപ്പുറത്തുള്ള ആ ക്ലബിന്റെ മുമ്പിലുണ്ട്. ഒത്തിരി പേരുണ്ട്. സാർ അങ്ങോട്ട് വാ. ഞാൻ ചോദിച്ചു എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത്, ആ ഭയങ്കര ശക്തമായ ചുഴലിക്കാറ്റായിരുന്നു. ഒരു വലിയൊരു തെങ്ങ് 11 kV ലൈനിൽ വീണ് കിടക്കുകയാണ്. അത് വെറുതെ വീണ് കിടക്കുകയല്ല, പിണഞ്ഞു കിടക്കുകയാണ് ആ തെങ്ങിന്റെ ഓലകളും എല്ലാം. പക്ഷേ ഇത് മുകളിലേക്ക് വിട്ടാൽ ഞങ്ങൾക്കിന്ന് കറണ്ട് അവർ തരില്ല. അവരിതെല്ലാം ഓഫ് ചെയ്ത് അവരങ്ങ് പോകും. പിന്നെ പകലല്ലേ വരുള്ളൂ. ഈ പ്രദേശമെല്ലാം ഇരുട്ടിൽ മൂടും. അവിടുത്തെ ജനം ഓഫീസ് ഒരുപക്ഷെ കത്തിക്കുമെന്ന് വന്ന് അത്രയും അവർ വിരൽ പിടിച്ചിരിക്കുകയാണ്. തെങ്ങ് വീണത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കുറ്റമല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ലോകകപ്പ് ഭ്രാന്തന്മാരല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. പക്ഷേ മറ്റുള്ളവർ വന്നാൽ ഞങ്ങൾക്ക് സപ്ലൈ കിട്ടില്ലെന്നറിയാം. സാർ ഇവിടെ ഇല്ലെങ്കിൽ സാറിനെ വീട്ടിൽ വന്ന് പൊക്കിക്കൊണ്ട് പറയാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഭാഗ്യമായി സാറിന് ഇതെന്തെങ്കിലും ചെയ്യാനാവും. കാരണം മറ്റൊന്നുമല്ല, തലയിൽ ആൾതാമസം കൂടി വേണമല്ലോ എന്ന്. കാരണം ഒരുപക്ഷെ ഞാൻ പല വർക്ക് ചെയ്യുമ്പോഴും ഇവർ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്നെ ആത്മപ്രശംസ ചെയ്തതല്ല. ഞാനും വിചാരിച്ചു വേറെ ഒന്നും ചെയ്യാനില്ല, മുകളിലേക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യമാണ്. അവര് നോ പറഞ്ഞാൽ എനിക്ക് പിന്നെ അവർക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അവർ ചോദിക്കും മാനുവൽ എന്തിന്റെ ഇത് കേടാണ് എന്ന രീതിയിൽ ചോദിക്കുള്ളൂ. അവർ ചിന്തിക്കുന്നത് മറ്റൊരു തലത്തിലാണ്. ഇത് കൊടുത്താൽ അല്ലെങ്കിൽ ഇത് ചെന്നാൽ കുറെ കാശ് കിട്ടും, അതിനുവേണ്ടി പോയെന്ന് കരുതുന്ന പറയുക. ഞാനിവിടെ പോകുന്നതും അങ്ങനെയല്ല, എവിടെയും അതിനു വേണ്ടിയല്ല. ഞാൻ കൈക്കൂലി വാങ്ങിക്കാറില്ല, അങ്ങോട്ട് നൽകുകയാണ് ചെയ്യുന്നത്. ഞാൻ മുകളിലേക്ക് അറിയിച്ചാൽ ആയിരങ്ങളുടെ കറണ്ട് പോകും, ലോകകപ്പും അവർക്ക് കാണാനാകില്ല. ഞാൻ ഉടനെ ബൈക്ക് എടുത്തു. ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഞാൻ റെയിൻകോട്ട് നോക്കിയപ്പോൾ റെയിൻകോട്ട് കാണാനില്ല. അത് അവൻ കൊണ്ടുപോയി. അതായത് മറ്റേ ലൈൻമാൻ ആ റെയിൻകോട്ട് ഇട്ടിട്ടാണ് പോയത്. അവന്റെ റെയിൻകോട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്റെ റെയിൻകോട്ട് കൊണ്ടുപോയത്. ഞാൻ എന്ത് ചെയ്തു, ആ റെയിൻകോട്ട് ഇല്ലാതെ തന്നെ ഞാൻ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് 3 കിലോമീറ്ററോളം അകലെയുള്ള കൈമലശ്ശേരി ക്ലബിനടുത്ത് എത്തി. അവിടെ ചെന്നപ്പോ എന്തായി, കൂട്ടം കൂടി ജനമാണ്, ഭയങ്കര ശബ്ദം. ആരെ കൊന്നാണെങ്കിലും ഞങ്ങൾ കറണ്ട് എടുക്കും എന്നാണ് അവർ പറഞ്ഞിട്ടിരുന്നത്. അന്നത്തെ വൈദ്യുതി മന്ത്രിയായ ആര്യാടൻ മുഹമ്മദിനെയും അവർ വിളിച്ചു. എന്നെ കണ്ടതും അവർക്ക് ഭയങ്കര സന്തോഷം. അവരുടനെ വിളിക്കുകയാണ്, മാനുവൽ സാക്കി ജയ്, മാനുവൽ സാക്കി ജയ്, വെസ്റ്റ് ജർമ്മനി ജയ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അവർക്ക് ആ സന്തോഷം കണ്ടപ്പോ
ഞാനും തീരുമാനിച്ചു, ഞാൻ ഇവർക്ക് സപ്ലൈ കൊടുത്തിട്ടേ പോകൂ, എന്റെ ജീവൻ പണയം വെച്ചാണെങ്കിലും. ഞാൻ അവരോട് പറഞ്ഞു, ജീവൻ പണയം വെച്ചുള്ള കളിയാണ് മക്കളെ ഇത്. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ വെറും 25 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ സപ്ലൈ തരും. നിങ്ങൾക്ക് കളിയും കാണാം, ഉദ്ഘാടനവും കാണാം. ഉദ്ഘാടനത്തിന് 40 മിനിറ്റുകൾ മാത്രം. നിങ്ങൾ എണ്ണിക്കോ, നിങ്ങൾ വാച്ചിൽ നോക്കിക്കോ. ഓസിനോ കമ്പികൾക്കോ ഒന്നും സംഭവിക്കരുത് എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. സൈറ്റ് കാണാൻ ഞങ്ങൾ അവരെയായിട്ട് പോയി. ഞാൻ ഉടനെ തന്നെ പ്ലാൻ ചെയ്തു, ഐഡിയ ചെയ്തു. ഒരു പ്രഗത്ഭനായ മരം വെട്ടിക്ക് പോലും ആ തെങ്ങ് ഇവിടെ നിന്ന് വെട്ടാൻ ഇടാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, ആ ഓലകളും അണ്ടവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് ആ കമ്പികൾ കിടക്കുന്നത്. വേറൊരു തരത്തിലും അത് വെട്ടിമാറ്റാനാവില്ല. അത് ബ്രെയിൻ യൂസ് ചെയ്യണം. വെട്ടിക്കഴിഞ്ഞാൽ കമ്പിക്കിട്ടായിരിക്കും കൊള്ളുന്നത്. കമ്പി പൊട്ടും. കമ്പി മാത്രമല്ല, ആ ലൈനിൽ കിടക്കുന്ന 3-4 ഇലവങ്കി പോസ്റ്റുകളൊടിയും. അപ്പൊ ചിലപ്പോ 4-5 ദിവസങ്ങൾ കഴിഞ്ഞ് അവർക്ക് സപ്ലൈ കിട്ടുമോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിലൊരുത്തം പറയുകയാണ്, ഇവിടെ നിന്ന് വന്ന മാനുവൽ സാർ വഴിയാണെന്ന് പറഞ്ഞാല് എനിക്ക് കിട്ടും ഒരു മെമ്മോ. കമ്പി അഴിക്കാതെ മരം വെട്ടാനാവില്ല, അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. തെങ്ങിലെ ഓലകളൊക്കെ അല്പം കത്തിയിട്ടുണ്ട്. കമ്പിക്ക് അവിടെ ചെറിയ സ്ക്രാച്ചസ് ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാകാം. എന്ത് സംഭവിച്ചാലും സാറിനൊരു തട്ടുകേടും വരുത്തില്ല എന്നോർത്ത് പഞ്ചായത്ത് മെമ്പറിന് ഉറപ്പ് നൽകി. ആര്യാടൻ മുഹമ്മദിന്റെ മെയിൻ ആളാണ് അദ്ദേഹം. മുമ്പ് അദ്ദേഹത്തിന്റെ വളരെ കണക്ഷനുള്ള ആളായിരുന്നു, ബന്ധു കൂടി ആയിരിക്കും. അതുകൊണ്ട് സാറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്നോട് ചോദിച്ചു, ഡാ സാറിനൊരു പ്രശ്നം ഉണ്ടാവരുത്, സാറിന്റെ പേരൊരിടത്തും പറയരുത്. അന്ന് ഫോണുകളൊന്നും ഇല്ല. ഫോണുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യം വീഡിയോ ഇട്ട് വൈറലായി. അന്ന് ഈ സാധനമൊന്നും ഇല്ലല്ലോ. അത് സാധാ ഫോൺ ചിലപ്പോ കുറൊക്കെ ഉണ്ടാകും, പക്ഷെ അന്ന് ക്യാമറ ഫോണൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഒരു 4 വലിയ വടം വേണം. കാരണം മറ്റൊന്നുമല്ല, തെങ്ങിനെ 4 ഭാഗത്തായിട്ട് കെട്ടണം. കെട്ടിയാൽ മാത്രമേ അവിടെ നിർത്താൻ പറ്റൂ. ഒരാൾക്ക് മുകളിൽ കയറണമെങ്കിൽ അതിന്റെ ഇത് കെട്ടണം. അതല്ല എങ്കിൽ സംഭവിക്കുന്നത്, ആ മനുഷ്യനും ആ ഉയരത്തിൽ നിന്ന് വീഴും. 9-10 മീറ്ററോളം ഹൈറ്റിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് അയാൾ റോഡിലേക്ക് വീഴും, അദ്ദേഹത്തിനും എന്തെങ്കിലും സംഭവിക്കും. അപ്പോ ഒരു ഞാണിമ്മൽ കളിയായിരുന്നു. അവിടെ അണ്ടം കത്തിയിരിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അണ്ടത്തിന്റെ തൊട്ടിപ്പുറത്തെ കമ്പി ഇങ്ങനെ പിരിഞ്ഞാണ് അത് നിന്നിരുന്നത്. ഞാൻ പറഞ്ഞു, ഒരു മരം വെട്ടി വേണമെന്ന്. അപ്പൊ അവിടെ തന്നെ ഉണ്ട് ഒരു മരം വെട്ടി അവരുടെ കൂട്ടത്തില്. ഉടനെ ഞാൻ ഐഡിയ കൊടുത്തു. ടക്കേ എന്ന് പറഞ്ഞവര് ചെയ്തു. തെങ്ങിന്റെ മുകളിൽ കയറി ഞാൻ പറഞ്ഞ പോലെ ഒരു ഭദ്രമായിട്ട് നിന്നു. തെങ്ങ് പതുക്കെ 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 വലിച്ച് മാറ്റി കമ്പിയിൽ നിന്ന്. കമ്പിയിൽ ടോർച്ച് വെച്ച് കടിച്ചു നോക്കി. ഒരു പ്രശ്നവും കമ്പിക്കില്ലായിരുന്നു. ചാർജ് ചെയ്യാം. ആ കമ്പി ഇത്രയും പേര് കൂടി വളരെ സാവധാനം അവർ വലിച്ച് താഴ്ത്തിട്ടു. ഒരു ചില്ലിത്തെങ്ങായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നാളെ ഈ തെങ്ങ് ഇവിടെ കാണരുത്, തെങ്ങ് വെട്ടി മാറ്റണം, കഷ്ണം കഷ്ണങ്ങളായി. കാരണം മറ്റൊന്നുമല്ല, നാളെ ആര് വന്നാലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കാണുന്നത്. ഇത് ഒരു ഉഡായിപ്പൊന്നുമല്ല, ഒരു ജനത്തിന് വേണ്ടി ചെയ്തതാണ്. ഇത്രയും വർഷങ്ങൾ ഞാനിത് ആരോടും പറഞ്ഞിട്ടുമില്ല. ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് കറണ്ട് കിട്ടി. അവർ ആഘോഷിച്ചു. ഫുട്ബോൾ കഴിഞ്ഞ് ആ തെങ്ങെല്ലാം അവർ മുറിച്ചു മാറ്റാമെന്ന് അവരെനിക്ക് ഉറപ്പും തന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു തോർത്തില് ഒരുത്തൻ നടന്നിങ്ങനെ പിരിവ് നടത്തുകയാണ്. അന്ന് ഓരോ തെങ്ങ് കാശ് കിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ലൂസ് കോൺട്രാക്റ്റിനെ കൊടുക്കുന്ന 1000-2000 രൂപയൊക്കെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു കക്ഷി കൊടുത്തത് ഗൾഫിൽ നിന്ന് വന്നിട്ട് ലൂസ് കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ ഉടനെ കൊടുത്തത് 50 രൂപയും 20 രൂപയും കടത്ത് കൊടുക്കുന്ന സ്ഥലത്ത് 2000 രൂപ കൊടുത്തത്. ഇവനാകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണ്, ഒരിടത്തും കിട്ടില്ല. അപ്പൊ ഇവനെന്ത് ചെയ്തു, ഇവിടുന്ന് തിരിച്ചയാക്കൊണ്ട് കൊടുത്തു. അവർക്ക് തെറ്റിയതാണ്. അവർ തെറ്റിയൊന്നുമല്ല, നിങ്ങൾ വേണം ഇവിടെ,
എൻ്റെ പെമ്പ്രന്നോത്തിയും മക്കളെ ഇവിടെ ഉള്ളൂ. അപ്പൊ എൻ്റെ പെണ്ണുങ്ങൾക്ക് കറണ്ട് ഇല്ലാതിരിക്കരുത്. എപ്പോ കറണ്ട് പോയാലും സാർ ഇവിടെ വരണം, നിങ്ങള് കറണ്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ കാണുന്ന ജനമാണ്. ലൈൻമാനെ ദൈവമായി കാണുന്ന ജനമാണ്. ബൾബിനെ കാണുന്നത് പോലും എന്നെ കാണുന്നത് പോലെയാണ് എന്നാണ് അവർ ഒരിക്കൽ പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ കാശ് കളക്ട് ചെയ്തിരിക്കുമ്പോൾ ഞാൻ മെമ്പറെ വിളിച്ചു. മെമ്പറോട് പറഞ്ഞു, ഇതെന്ത് വേണ്ടിയിട്ടാണ് പിരിവെന്ന് ചോദിച്ചു. ക്ലബിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയാ? അപ്പൊ അല്ല, ഇത് ഇങ്ങക്ക് സമ്മാനമായിട്ട് തരാനായിട്ടാണ്. ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ വർഷങ്ങളായി കേട്ട് പോലും ഞാൻ ഇതൊന്നും വാങ്ങിക്കാറില്ല എവിടെയും. പറയാണ്, ഞങ്ങളുടെ സന്തോഷത്തിനല്ലേ ഇത് തരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടായ്മ കണ്ടപ്പോൾ, ഈ സ്നേഹം കണ്ടപ്പോൾ, ഒരു ഫുട്ബോളിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. അപ്പോ അയാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവത്തിന് നേർച്ചകള് കെട്ടാറില്ലേ, കൊടുക്കാറില്ലേ? നിങ്ങളെ ഞങ്ങളുടെ ദൈവമാണിപ്പോൾ, ഇത് വാങ്ങൂ. ഞാൻ വാങ്ങിയില്ല. മനസ്സ് നിറയെ സന്തോഷവുമായി ഞാൻ തിരികെ പോന്നു. അവർക്കെല്ലാം ടാറ്റ കൊടുത്തു പോകുന്നു. ഐക്യത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്, കൂട്ടായ്മയുടേതാണ്, നാനാത്വത്തിലുള്ള ഏകത്വമാണ് ഫുട്ബോൾ എന്ന് അവർ എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ എന്നത് ഒരു കായിക മത്സരം മാത്രമല്ല, അത് ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹായത്തിന്റെയും ആഗോള ആഘോഷമാണ്. ഭാഷയും സംസ്കാരവും മതവും രാഷ്ട്രീയവും വ്യത്യസ്തമായ രാജ്യങ്ങൾ ഒരേ കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരം കടുത്തതായിരിക്കാം, പക്ഷേ പരസ്പര ബഹുമാനമാണ് അവിടെ വിജയിയെ നിശ്ചയിക്കുന്നതും അവിടെ വിജയിക്കുന്നതും. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരെ ഒരേ വികാരത്തിൽ ഒന്നിപ്പിക്കാൻ കഴിയുന്ന അപൂർവ വേദിയാണ് ഫിഫ ലോകകപ്പ്. കളിക്കാരും ആരാധകരും ലോകത്തോട് വിളിച്ച് പറയുന്ന സന്ദേശവും ഇത് തന്നെയാണ്. യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. വിഭജനമല്ല വേണ്ടത്, ഐക്യമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ലോകകപ്പ് ഫുട്ബോൾ മനുഷ്യരാശിയുടെയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായി മാറുകയാണ്. 90 മിനിറ്റ് മത്സരം കഴിഞ്ഞാലും ഫുട്ബോൾ ലോകത്തോട് പഠിപ്പിക്കുന്ന ഐക്യത്തിന്റെ പാഠം എന്നേക്കും നിലനിൽക്കട്ടെ. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഫുട്ബോൾ മതസൗഹാർദ്ദത്തിന്റെ ആവട്ടെ, അതോടൊപ്പം തന്നെ ലോക സമാധാനത്തിൻ്റെതാവട്ടെ, യുദ്ധങ്ങൾ ഇല്ലാതെയാവട്ടെ. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആ യുദ്ധവും എത്രയും വേഗം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഫുട്ബോളിന്റെ ചരിത്രങ്ങളിലൂടെ പോവുകയാണ്. പന്തുരുട്ടുകയാണ്, ഉരുളുകയാണ്. എവിടെയാണ് തുടങ്ങുന്നത്? 1904 മെയ് 21 ഫിഫ രൂപവൽക്കരിച്ചത് മുതൽ, അല്ലെങ്കിൽ അതിനു മുന്നേ ഫുട്ബോൾ കണ്ടുപിടിച്ച കാലം മുതൽ നാം പോവുകയാണ്. വിവിധ തലങ്ങളിലൂടെ ഓരോ ഫുട്ബോൾ മത്സരങ്ങളിലൂടെ, ഓരോ ഫുട്ബോളിന്റെ പ്രത്യേകതകളിലൂടെ, ഫിഫ എന്നതിലൂടെ, ഫിഫ എന്നതിന്റെ ഫുൾ ഫോമിലൂടെ, ഫുട്ബോളിന്റെ തൂക്കത്തിലൂടെ, അതുപോലെ ഒത്തിരി കാര്യം അവിടുത്തെ ഹീറോകളിലൂടെ, 50ഓളം വണ്ടേഴ്സിലൂടെ, അത്ഭുതങ്ങളിലൂടെ, കൗതുകങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ ലോകകപ്പ് കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇനിയുമുണ്ട് ലോകകപ്പ്. ഞാൻ അടുത്ത ലോകകപ്പ് വരെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കാത്തു വെക്കാനാണ് ഞാൻ തരുന്നത്. ഏവർക്കും നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.